ഹായ് ഗൈസ്, അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വേറെ ഒന്നുമില്ല. കഴിഞ്ഞ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല നമ്മുടെ അനാലിസിസ് ഈ പറയുന്ന വീക്ക് നെക്സ്റ്റ് വീക്കിലുള്ള ഇവന്റ് നോക്കാന്നുണ്ടെങ്കിൽ മെയിനായിട്ട് എല്ലാവരും എക്സ്പെക്ട് ചെയ്തിരിക്കുന്ന ഒരു കാര്യമുണ്ട്. എന്താണെന്നറിയോ? എന്താണ്? എല്ലാവരും നോക്കിയിരിക്കുകയാണ്. കുറച്ച് പൈസയൊക്കെ മാറ്റി വെച്ചിട്ട് എന്ത് ചെയ്യാനുള്ള പരിപാടിയാണ്? എന്നെ തന്നെ കുറേ പേര് മെസ്സേജ് എനിക്ക് അയച്ചിട്ടുണ്ടായിരുന്നു. ഇലക്ഷൻ എന്ത് ചെയ്യണം? സാറിൻ്റെ കൂടെ 3 ദിവസം മുന്നേ ഇരിക്കാൻ പറ്റുമോ? കുറച്ച് ലോസ് ഉണ്ട്, അതൊന്ന് റിക്കവർ ചെയ്യണം. പല പല സംസാരങ്ങളാണ് വരുന്നത്. അപ്പോൾ എല്ലാവരുടെ എക്സ്പെക്റ്റേഷൻ ഭയങ്കര കൂടുതലല്ലേ. ഇലക്ഷനിൽ മാർക്കറ്റ് എങ്ങോട്ടേക്ക് പോകും എന്നുള്ളൊരു വലിയ കണക്കൂട്ടലും അല്ലേ. പല വീഡിയോസിൽ കാണുന്നൊരു കാര്യമാണ്. 10,000 അല്ലെങ്കിൽ 2 lakhs വെച്ച് 1 CR ഇലക്ഷനിൽ പ്രോഫിറ്റ് എടുത്തു. സോ ഞാനൊരു കാര്യം പറയാം, ഇതെങ്ങനെയാണ് നടക്കണേ എന്നുള്ളത് നമുക്കൊന്ന് അറിയാം അല്ലേ. അപ്പോൾ പ്രീവിയസ് ഇലക്ഷൻ ഏതൊക്കെയാണ്? 2014-ലും 2019-ലും ആണ് ഉണ്ടായത്. സോ ആ ഇലക്ഷനിൽ മാർക്കറ്റ് എന്ത് ചെയ്തു? പ്രോഫിറ്റ് നടക്കുന്ന കാര്യമാണ്. എത്ര പെർസെൻറ്റേജ് മൊമെൻറ്റം മാർക്കറ്റ് അവിടെ തന്നിട്ടുണ്ട് എന്നുള്ളത് നമുക്കറിയണം അല്ലേ. സോ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. സോ അവിടെ എന്ത് സംഭവിച്ചു എന്നുള്ളത് നമ്മൾ നോക്കിയിട്ട് നമുക്ക് ഈ ഇലക്ഷനിൽ ഒരു പ്ലാൻ നോക്കാം. സോ ഞാൻ പറയുന്നത്, നമ്മൾ ഇന്ന് അനലൈസ് ചെയ്യുന്നത് ശരിക്കും ഇലക്ഷൻ്റെ തലേദിവസം ചെയ്യുന്ന രീതിയിലാണ്. സോ ഈ സെയിം കാര്യം നിങ്ങൾ എന്ത് ചെയ്യാം, നാളെ പ്ലോട്ട് ചെയ്തെടുക്കുക. കാരണം മറ്റന്നാളാണല്ലോ ഇലക്ഷൻ വരിക. അപ്പോൾ നാളെ നിങ്ങളത് പ്ലോട്ട് ചെയ്ത് ലെവൽസ് മാർക്ക് ചെയ്യുക. നാളത്തെ നമ്മുടെ അനാലിസിസ് വീഡിയോയിൽ എന്തായാലും ഉണ്ടാവും. അപ്പോൾ എല്ലാവരും ജസ്റ്റ് ഒന്ന് ബെല്ലൈക്കൻ അടിച്ച് വെച്ചു. കാരണം ആ ഒരു വീഡിയോയിലെ നോട്ടിഫിക്കേഷനായിട്ട് നോക്കി നിങ്ങൾ പ്ലാൻ ഔട്ട് ചെയ്ത് വർക്കൗട്ട് ചെയ്യാനുള്ള സമയം രാത്രി നിങ്ങൾക്ക് ഉണ്ടാവണം. അപ്പോൾ പ്ലാൻ ചെയ്ത് ചെയ്യുക. കാരണം മാർക്കറ്റിൻ്റെ ക്യാരക്ടർ ഞാൻ നോക്കിയപ്പോൾ ഈ പറയുന്ന വീഡിയോസിൽ കാണുന്ന പോലെയോ അല്ലെങ്കിൽ ആളുകൾ പറയുന്ന പോലെയൊന്നും അല്ല മാർക്കറ്റ് റിയാക്ട് ചെയ്തിട്ടുള്ളത്. എൻ്റയർലി ഡിഫറൻ്റ് ആണ്. മേളിലേക്ക് മാർക്കറ്റ് നല്ല രീതിയിൽ മൂവ് ചെയ്ത പോലെ തന്നെ താഴേക്ക് മാർക്കറ്റിൽ മൊമെൻറ്റോട്ട് അധികം പറഞ്ഞ് വലിച്ചിടുന്നില്ല. ഇനിയുള്ള കാര്യങ്ങൾ നേരെ വീഡിയോയിലേക്ക് പോയി നോക്കിയാലോ. ബാ. സോ ഫസ്റ്റത്തെ കണ്ടീഷൻ നോക്കാന്ന് ബാങ്ക് നിഫ്റ്റി. രണ്ട് കണ്ടീഷൻ നമുക്ക് നോക്കാം. 2014 നോക്കാം, അതേപോലെ 2019 നോക്കാം. രണ്ട് ഇലക്ഷൻ്റെ റിസൾട്ട് നമുക്ക് നോക്കാം. സോ ഇതാണ് 2000 ഫ്രൈഡേ ആണ്. അതേപോലെ ഫ്രൈഡേ 2016 2014 16th അല്ല 16th ആയിരുന്നു കേട്ടോ ഡേറ്റ്. നോക്കട്ടെ, 2016 2014 5ാമത്തെ മാസം 15-ാം തീയതി X5. സോ ഇതാണ് 1 അവറിൻ്റെ കണ്ടീഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലേ. നമുക്ക് അതൊന്ന് ബാക്കിലേക്ക് നോക്കാം. ഇത്ര ഡാറ്റ കിട്ടുമോ എന്നറിയില്ല, നമുക്ക് നോക്കാം. 16th ആയിരുന്നു ഡേറ്റ്. ഓക്കെ, സോ ആ ഒരു ദിവസത്തിൽ മാർക്കറ്റ് എന്താ ചെയ്തത്? ഇതാണ് ആ ഒരു ദിവസം വരുന്നത്, 16-ാം തീയതി എന്ന് പറയുന്ന ദിവസം ഇതാണ്. സോ ആ ഒരു ദിവസത്തിൽ മാർക്കറ്റ് ടോട്ടലി ഓപ്പൺ ചെയ്തിട്ടുള്ള മേളിലാണ്. സോ അഗെയിൻ അതിനുശേഷം കണ്ടിന്യൂസ് ആയിട്ട് മാർക്കറ്റ് എങ്ങോട്ട് വന്നു? താഴേക്ക് വന്നതായിട്ട് കാണാം അല്ലേ. അപ്പോൾ ആ ഒരു ഡേ നോക്കുകയാണെങ്കിൽ കംപ്ലീറ്റ്ലി ഇതാണ് ആ ഒരു ദിവസം. കണ്ടോ, ആ ഒരു ദിവസത്തെ കേസ് ഇതാണ്. ഇവിടെ സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ പ്രീവിയസ് ഡേ ഇതാണ്. കണ്ടോ, 15th ഇതാണ് ഓപ്പൺ ചെയ്തിട്ടുള്ളത്. ഈ ക്യാൻഡിൽ എനിക്കൊന്ന് മനസ്സിലാവാൻ വേണ്ടി ക്യാൻഡിലിൻ്റെ കളർ ഞാൻ ഇന്ന് ചേഞ്ച് ചെയ്യാം. ഓക്കെ, ഗ്രീനും ഓക്കെ റെഡ് ആവട്ടെ, നിങ്ങൾക്ക് കറക്റ്റ് കണ്ടീഷൻ അറിയാൻ വേണ്ടി പറ്റും. കണ്ടോ, ഇതൊരു സ്ട്രോങ് ആയിട്ടുള്ള എന്ത് ചെയ്യാനില്ല ബുള്ളിഷ് ക്യാൻഡിലായിരുന്നു. നോക്കിയാൽ 1 അവറിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതേതാ സമയം 9:15 മാർക്കറ്റ് ഓപ്പൺ ചെയ്തതിന് ശേഷം ത്രൂ ഔട്ട് മാർക്കറ്റ് ചെയ്തൊരു കണ്ടീഷൻ എന്തായിരുന്നു നോക്കി. ത്രൂ ഔട്ട് മാർക്കറ്റ് ഏകദേശം 7% മാർക്കറ്റ് എന്ത് ചെയ്തു? മേളിലേക്ക് പോയിട്ടുണ്ട്. കണ്ടോ, 7% മാർക്കറ്റ് മേളിലേക്ക് പോയി. അപ്പോൾ പ്രീവിയസ് ഡേ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രീവിയസ് ഡേ ക്ലോസ് ചെയ്ത് ഇവിടെയാണ്. ഏകദേശം 10% മാർക്കറ്റ് അപ്പ് സൈഡിലേക്ക് വന്നിട്ടുണ്ട് അല്ലേ. 3% ഗ്യാപ്പ് അപ്പ് ആയിരുന്നു മാർക്കറ്റ് ഓപ്പൺ ചെയ്തിട്ടുള്ളത്. ഏകദേശം 3% ഗ്യാപ്പ് അപ്പ് ആയിരുന്നു ഓപ്പൺ ചെയ്തിട്ടുള്ളത്. അതിനുശേഷം മാർക്കറ്റ് മൂവ് ചെയ്തിട്ടുള്ളത് ടോട്ടലി 10%. ഏകദേശം 1400 പോയിന്റ്സിൻ്റെ മൊമെൻ്റ് ആയിരുന്നു മാർക്കറ്റ് ആ ഒരു ദിവസത്തിൽ മേളിലേക്ക് ത്രൂ ഔട്ട് ഹൈ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. സോ അതിനുശേഷം മാർക്കറ്റ് ലോ ക്രിയേറ്റ് ചെയ്ത് നിങ്ങൾ നോക്കിക്കേ. ത്രൂ ഔട്ട് നോക്കുകയാണെങ്കിൽ 1000 ഓപ്പൺ ചെയ്തിട്ട് മാർക്കറ്റ് ഗ്യാപ്പ് അപ്പ് തന്നിട്ട് 1500 പോയിന്റ് മൂവ് ചെയ്തിട്ട് സിമ്പിളായിട്ട് അവിടെ കംപ്ലീറ്റ് റിജക്ട് ചെയ്ത് താഴെ വന്നിട്ടുണ്ട്. കണ്ടോ, കംപ്ലീറ്റ് ഒരു 8% താഴേക്കും വന്ന് 1276 പോയിന്റ് താഴെയാണ് മാർക്കറ്റ് എന്ത് ചെയ്തിട്ടുള്ളത്? ക്ലോസ് ചെയ്തിട്ടുള്ളത്. മനസ്സിലായോ? സോ അവിടെ ഒരു ഡെയിലി
കണ്ടീഷൻ നോക്കുകയാണെങ്കിൽ ഓക്കെ സ്ട്രോങ് ഡേയ്സ് വന്നുകൊണ്ട് ചെറിയ ലാഗ് ഉണ്ടാവും. കണ്ടോ ഈ ഒരു ക്യാൻഡിലാണ് ഇൻഡിസിഷൻ ആണ്. കണ്ടോ ഇതായിരുന്നു ആ ദിവസത്തെ ഡെയിലി ഉണ്ടായിരുന്ന മൊമെന്റം. സോ അതിന് മുമ്പേ മാർക്കറ്റ് സ്ട്രോങ് ബുള്ളിഷ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. കണ്ടോ വീക്ക് ഓൾ ടൈം ഹൈനെ ബ്രേക്ക് ചെയ്താണ് മാർക്കറ്റ് വന്നിട്ടുള്ളത്. സോ അതുകൊണ്ട് തന്നെ മാർക്കറ്റ് പുതിയ ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്തു. എന്നിട്ട് മാർക്കറ്റ് നല്ല രീതിയിൽ അവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഹൈനെയും ലോയിനെയും കണ്ടോ ഈ ഹൈ അതേപോലെ ഈ ലോയ് അതിനുള്ളിൽ നല്ല റേഞ്ച്. പിന്നീട് എത്ര മാസം, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, കുറേ നാളുകൾ അവിടെ റേഞ്ചിലാണ് മാർക്കറ്റ്. അപ്പം കണ്ടീഷൻ എന്താണെന്ന് വെച്ചാൽ ത്രൂ ഔട്ട് മാർക്കറ്റ് ബുള്ളിഷായിട്ട് വന്നു. പക്ഷെ എൻഡ് ചെയ്തപ്പോൾ ആ മാർക്കറ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള കണ്ടീഷൻ്റെ താഴെയാണ് ക്ലോസ് ചെയ്തത്. സോ അടുത്ത ദിവസങ്ങളിലേക്ക് വരുന്ന സമയത്ത് കാണാൻ വേണ്ടി പറ്റുക. കണ്ടോ അടുത്ത ദിവസം എന്താണ്, ഇവിടെയാണ് ഇത് ക്ലോസ് ചെയ്തിട്ടുള്ളത്. ഓപ്പൺ ചെയ്തത് ഇവിടെ, ഹൈ വരെ പോയി ക്ലോസ് ചെയ്തിട്ടുള്ളത് ഇവിടെയാണ്. സോ അടുത്ത ദിവസം മാർക്കറ്റ് ഓപ്പൺ ചെയ്തത് ഗ്യാപ്പ് അപ്പിൽ തന്നെയാണ്. ഒരു 178 പോയിന്റ്സ് ഗ്യാപ്പ് അപ്പിലാണ്. എഗെയിൻ ഒരു 400 അല്ലെ 3% ഗ്യാപ്പ് അപ്പ് വരുന്നത് 1% ആണ്. അന്ന് ഹൈ പോയിട്ടുള്ളത് ഏകദേശം ഒരു 2% ആണ്. എഗെയിൻ അടുത്ത ദിവസവും കണ്ടിന്യൂഷൻ തന്നു മാർക്കറ്റ്. ഒരു ക്ലോസ് ചെയ്തെടുത്തുന്ന എഗെയിൻ 1% മൂവ്മെന്റ് ഉണ്ടായിരുന്നു. സോ മാർക്കറ്റ് അതിനുശേഷം ഉള്ള ദിവസങ്ങളിൽ 2 ദിവസം മൂവ്മെന്റ് നന്നായിട്ട് നമുക്ക് കാണാം. സോ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, മാർക്കറ്റ് ഗ്യാപ്പ് അപ്പ് തന്നു. പക്ഷെ എന്താ ചെയ്തേ, തിരിച്ച് താഴേക്ക് വളരെ അഗ്രസീവായിട്ട് തന്നെ മാർക്കറ്റ് 8% താഴേക്കും വന്നിട്ടുണ്ട്. സോ ഇതാണ് നമ്മളുടെ ഫസ്റ്റ് കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ അല്ലേ. സോ നമുക്കതൊന്ന് നോട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ എല്ലാവരും ഇത് ഒരു പേൻ എടുത്തേ, എല്ലാവരും പേൻ എടുത്തിട്ട് നോട്ട് ചെയ്ത് നോക്കി. എന്തൊക്കെയാണ് നോട്ട് ചെയ്യാനുള്ളത് ഞാൻ നോട്ട് ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് കണ്ടീഷൻ ഗ്യാപ്പ് അപ്പ് ആയിരുന്നു അല്ലേ, ഗ്യാപ്പ് അപ്പ് ആയിരുന്നു. പിന്നെ എന്താണ്, ഗ്യാപ്പ് അപ്പ് പ്രീവിയസ് ഡേ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ടോട്ടലി മാർക്കറ്റ് ഗ്യാപ്പ് അപ്പ് ഉൾപ്പെടെ മൂവ് ചെയ്തിട്ട് എത്ര പെർസെൻറ്റേജാണ്, 10% ആണ് മാർക്കറ്റ് ടോട്ടലി മൂവ് ചെയ്തിട്ടുള്ളത്. മനസ്സിലായോ? ഇനി നമുക്ക് നോക്കാനുള്ളത് ഹൈ പോയിട്ട് മാർക്കറ്റ് താഴേക്ക് എത്രത്തോളം വന്നിട്ടുണ്ട്. ജസ്റ്റ് 1 അവറിലേക്ക് നമുക്ക് സ്വിച്ച് ചെയ്യാം. കണ്ടോ രാവിലെ ഓപ്പൺ ചെയ്ത് ഇവിടം വരെ പോയി. അതിനുശേഷം ഈ ഒരു ഹൈയിൽ നിന്ന് മാർക്കറ്റ് വന്നിട്ടുള്ളത് ഏകദേശം ലോ എന്ന് പറയുന്നത് എത്രയാണ്, -8% മാർക്കറ്റ് എന്ത് ചെയ്തിട്ടുണ്ട്, ഡൗൺ സൈഡിലേക്ക് -8% മാർക്കറ്റ് എന്ത് ചെയ്തു, മൂവ് ചെയ്തു. സോ ഇത് മൈൻഡ് സെറ്റിൽ ഇരിക്കട്ടെ. മനസ്സിലാവും? ഇതാണ് 2014 ബാങ്ക് നിഫ്റ്റിയുടെ സിറ്റുവേഷൻ. മനസ്സിലായോ? സോ ഇവിടുത്തെ സിനാരിയോ അഗ്രസീവ് ബൈയിങ് നടന്നു, അഗ്രസീവ് സെൽ ഓഫ് നടന്നിട്ടുണ്ട് അല്ലേ. സോ അതിനുശേഷമുള്ള ദിവസങ്ങളിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഹൈ ലോയും മാർക്ക് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് അറിയാം. കണ്ടോ സോറി ഈ ലെവലും ഇതായിരുന്നല്ലോ. ഇത് മാർക്ക് ചെയ്താൽ പ്രീവിയസ് അടുത്ത ദിവസത്തിൽ മാർക്കറ്റ് ഓപ്പൺ ചെയ്ത കണ്ടീഷൻ നോക്കുകയാണെങ്കിൽ ഇവിടെ ആയിരുന്നു. 16th കഴിഞ്ഞിട്ട് മാർക്കറ്റ് പിന്നെ മൺഡേ ആണ് ഓപ്പൺ ആയിട്ടുള്ളത്. ഗ്യാപ്പ് അപ്പ് ആയിരുന്നു. കണ്ടോ ഗ്യാപ്പ് അപ്പ് ആണ്. ത്രൂ ഔട്ട് മാർക്കറ്റ് ഹൈ വന്നിട്ടുള്ളത് ഒരു 2%. ഇത് നിങ്ങൾ ആലോചിക്കുക, 15,000 നിൽക്കുന്ന മാർക്കറ്റിൽ 300 പോയിന്റിന്റെ മൊമെന്റം, 1500 പോയിന്റിന്റെ മൊമെന്റം എന്ന് പറഞ്ഞാൽ ഹ്യൂജ് മൊമെന്റം തന്നെയാണ്. ഇപ്പം നിൽക്കുന്ന മാർക്കറ്റ് 40,000-ലാണ്. സോ ആ ഒരു മൊമെന്റം ഒക്കെ ഇവിടെ വന്നാൽ നിങ്ങൾ ആലോചിക്കുക, അതിന്റെ പെർസെൻറ്റേജ് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. മനസ്സിലായോ? സോ ഇതാണ് കറന്റ് നമ്മുടെ കണ്ടീഷൻ. അപ്പോൾ നമ്മൾ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഗ്യാപ്പ് അപ്പിന് ശേഷം. പിന്നെ മാർക്കറ്റിന്റെ സെന്റിമെന്റ്സ് എന്ന് പറഞ്ഞാൽ ബുള്ളിഷ് ആയിരുന്നു അല്ലേ, ബുള്ളിഷ് സെന്റിമെന്റ്സ് ഉണ്ടായിരുന്നു മാർക്കറ്റിന്. എഗെയിൻ ബെയറിഷ് സെന്റിമെന്റ്സിലേക്ക് മാർക്കറ്റ് എൻഡ് ചെയ്തു. സോ ഇത് അവിടെ ഇരിക്കട്ടെ. എല്ലാവരും എടുത്ത് ഹോൾഡ് ചെയ്ത് കോടീശ്വരന്മാരാണെന്ന് കരുതുന്നുണ്ടെങ്കിൽ ഇതാണ് മാർക്കറ്റിലെ റിയാലിറ്റി. ആ ഒരു 2014 എന്ന് പറയുന്ന ഡേറ്റിൽ നടന്നിട്ടുള്ളതും ഇലക്ഷനെ ബേസ് ചെയ്തിട്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റത്തെ കണ്ടീഷൻ കിട്ടി. ഇനി അടുത്ത ഡേറ്റ് എന്നാണ്, ഇനി അടുത്ത ഡേറ്റ് 2019 05/23. ഓക്കെ ഫൈൻ, കിട്ടി. ഇവിടെയാണ് കണ്ടീഷൻ. നമുക്കൊന്ന് ഓക്കെ. അപ്പോൾ തലേ ദിവസത്തിലെ മാർക്കറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു റേഞ്ച് മാർക്കറ്റ് ആയിരുന്നു. അതിൻ്റെ തലേ ദിവസം എന്ന് പറഞ്ഞാൽ നാളത്തെ ദിവസം എന്ന് പറയുന്നത് ഇതായിരുന്നു കണ്ടീഷൻ. മനസ്സിലായോ? പക്ഷെ നാളത്തെ ദിവസത്തിൽ എന്ന് പറഞ്ഞാൽ
ഏകദേശം 800 പോയിന്റ്സ് മാർക്കറ്റ് മേളിലേക്ക് പോയി. അതിനുശേഷം വൈകുന്നേരം മാർക്കറ്റ് താഴേക്കൊരു 600 പോയിന്റ്സ് മൂവ് ചെയ്തിട്ടുണ്ട്. സോ തലേ ദിവസം മാർക്കറ്റിൽ നല്ല ബൈയും നല്ല സെൽ ഓഫും മാർക്കറ്റ് നടന്നിട്ടുണ്ട്. സോ ഇതിന് ശേഷം മാർക്കറ്റ് നെക്സ്റ്റ് ഡേ എന്താ ചെയ്തതെന്നാണ് നമുക്ക് അറിയേണ്ടത് അല്ലേ? ഇതായിരുന്നല്ലോ. സോ 30,000-ലാണ് അപ്പോൾ അതിൻ്റെ പ്രൈസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലേ? സോ ഇനി നമുക്ക് നോക്കാനുള്ള അടുത്ത ദിവസത്തെ ഓപ്പണിംഗ് ആണ്. യെസ്, ഓപ്പൺ ക്യാൻഡിൽ ഇവിടെയാണ് ഓപ്പൺ ചെയ്തിട്ടുള്ളത്. എത്ര പെർസെൻറ്റേജ് ആണ് മാർക്കറ്റ് ഓപ്പൺ ആയത്? ഇവിടെ നിന്ന് ക്ലോസ് ചെയ്ത് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം മാർക്കറ്റ് ഓപ്പൺ ആയിട്ടുള്ളത് 1.7% ആണ് മാർക്കറ്റ് ഓപ്പൺ ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇവിടെ നമുക്ക് ഗ്യാപ്പ് അപ്പ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഗ്യാപ്പ് അപ്പിന് ശേഷമുള്ള ടോട്ടൽ മൊമെൻറ്റം നമുക്കറിയാം, മനസ്സിലാവും. അപ്പോൾ അത് നമുക്കൊന്ന് കോർഡിനേറ്റ് ചെയ്ത് നോക്കാം. കണ്ടോ, ഇവിടുത്തെ ആ ഒരു സിനാരിയോ നിങ്ങൾ നോക്കി. ഏകദേശം 1.7% മാർക്കറ്റ് ത്രൂ ഔട്ട് ബുള്ളിഷായിട്ട് എവിടെ വരെ പോയി? 3.8% മാർക്കറ്റ് എന്ത് ചെയ്തു? ത്രൂ ഔട്ട് ഓപ്പൺ ചെയ്ത സോണിൽ നിന്ന് ഗ്യാപ്പ് അപ്പ് വന്നതിന് ശേഷം ത്രൂ ഔട്ട് 3.82% മാർക്കറ്റ് അപ്പ് സൈഡിലേക്ക് വന്നു. അതിനുശേഷം മാർക്കറ്റ് താഴേക്ക് വന്ന് എത്രയും നോക്കി? അതിനുശേഷം മാർക്കറ്റ് താഴേക്ക് വന്നത് അല്ലേ, ഡൗൺ സൈഡിലേക്ക് മാർക്കറ്റ് വന്നത് എത്രയായിരുന്നു? നോട്ട് ചെയ്ത് വെക്കാട്ടെ ഇതെല്ലാവരും. 4.68%. അപ്പോൾ ഈ സാധനം പിടിച്ചിരിക്കാന്ന് കരുതുന്ന ആൾക്കാർ മനസ്സിലാക്കേണ്ടത് മാർക്കറ്റ് വീഴണത് എത്ര പെർസെൻറ്റേജാണെന്ന് നിങ്ങൾ ആലോചിക്കുക. രാവിലെ മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് നല്ല രീതിയിൽ പുഷ് ചെയ്തിട്ട് അതേപോലെ താഴേക്ക് അതിനും നല്ല രീതിയിലുള്ള റിജക്ഷൻസ് മാർക്കറ്റ് തരുന്നുണ്ട് അല്ലേ? ആ ഒരു കാര്യം നമുക്ക് മനസ്സിലായി അല്ലേ? അഗെയിൻ അതിനുശേഷം മാർക്കറ്റിൽ ഇതിൽ നല്ലൊരു മൊമെൻറ്റം തിരിച്ചും മാർക്കറ്റ് മേളിലേക്ക്. അതിനുശേഷം മാർക്കറ്റ് ഉള്ള ദിവസങ്ങളിൽ നോക്കിക്കേ, ആ ഒരു ദിവസം എൻഡ് ചെയ്ത സിറ്റുവേഷൻ അല്ലേ? എൻഡ് ചെയ്ത സിറ്റുവേഷൻ എന്താ? അത് നോക്കാം. ഓപ്പൺ ചെയ്തിട്ട് മാർക്കറ്റ് പുതിയ ഹൈയിലേക്കും നല്ല രീതിയിലുള്ള മൂവ്മെന്റ് തന്നു. അപ്പോൾ നിങ്ങളിത് ചെറുതായിട്ട് കാണരുത് കേട്ടോ. കാരണം ഈ 1000 പോയിന്റ് അല്ലെങ്കിൽ 500 പോയിന്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ പ്രൈസ് 30,000 ആണ്, മനസ്സിലായോ? 30,000 30,900 നിൽക്കുന്ന കണ്ടീഷനിലാണ് മാർക്കറ്റ്. ആ ഒരു മൂവ്മെന്റ് പെർസെൻറ്റേജ് നിങ്ങളും പ്ലാൻ ചെയ്യാം. അപ്പോൾ ആ പെർസെൻറ്റേജ് ആയിരിക്കില്ല ഇപ്പോൾ ഒരു 4% എന്ന് പറഞ്ഞാൽ ഇതിനും കൂടുതൽ മൂവ്മെന്റും വരും അല്ലേ? 3,000 അടുത്ത് അല്ലെങ്കിൽ 2,000 എബോ മൂവ്മെന്റും മാർക്കറ്റ് വരുന്ന കണ്ടീഷൻ ഉണ്ട്. നിങ്ങൾ ആലോചിക്കുക, ബാങ്ക് നിഫ്റ്റി എന്ന് പറയുന്ന ഒരു ഇൻഡെക്സിന്റെ ഒരു കാര്യമാണ് നമ്മൾ പറയുന്നത്, മനസ്സിലായോ? സോ ഇതാണ് കറണ്ട്ലി അന്ന് സംഭവിച്ചിട്ടുള്ളത്. ഇപ്പോൾ 2 കാര്യങ്ങൾ സിമിലാരിറ്റി കിട്ടി നമുക്ക്. ബാങ്ക് നിഫ്റ്റിയിൽ എന്തൊക്കെ കാര്യങ്ങൾ കിട്ടി? ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ നോട്ട് ചെയ്ത് നോക്കാം. ഫസ്റ്റ് വൺ എന്താ? പ്രോപ്പറായിട്ട് മാർക്കറ്റ് ഗ്യാപ്പ് അപ്പ് തന്നിട്ട് മൂവ് ചെയ്തിട്ട് ത്രൂ ഔട്ട് താഴേക്ക് മാർക്കറ്റ് നല്ല റിജക്ഷൻ മാർക്കറ്റ് താഴേക്ക് തന്നിട്ടുണ്ട്. ഗ്യാപ്പ് അപ്പ് വന്ന് മാർക്കറ്റ് മൂവ് ചെയ്ത് എവിടെയാ? 1131 പോയിന്റ് മാർക്കറ്റ് മൂവ് ചെയ്തിട്ട് താഴേക്ക് വേണ്ടിയിട്ടുള്ളത് 1500-400 പോയിന്റ് അടുത്ത് താഴേക്ക് മാർക്കറ്റ് വന്നിട്ടുണ്ട്, മനസ്സിലായോ? മേളിലേക്കും താഴേക്കും നല്ല രീതിയിലുള്ള മൂവ്മെന്റ് തന്നു ആ ഒരു ദിവസം. സോ അടുത്ത കണ്ടീഷൻ എന്താണെന്നുള്ളത് നോക്കാം. അപ്പോൾ റിസൾട്ട് വന്ന ദിവസത്തെ റിയാക്ഷനാണ് കണ്ടത്. ത്രൂ ഔട്ട് മാർക്കറ്റ് ഗ്യാപ്പ് അപ്പ് ആയിട്ട് മേളിലേക്കല്ല പോയത്. ത്രൂ ഔട്ട് മാർക്കറ്റ് അതിൽ കൂടുതൽ താഴേക്കാണ് മാർക്കറ്റ് വന്നിട്ടുള്ളത്. ഇവിടുത്തെ സിമ്പിൾ കണ്ടീഷൻ നോക്കി കഴിഞ്ഞാൽ ഞാൻ സിമ്പിളായിട്ട് നമ്മുടെ ഒരു കണ്ടീഷൻ ഞാൻ പറഞ്ഞുതരാം. ഇതാണ് മാർക്കറ്റിന്റെ ബ്രേക്ക് ഔട്ട്. പക്ഷേ ഇതാണ് മാർക്കറ്റിന്റെ എന്ത് സോൺ? മേജർ ഡിമാൻഡ് സോൺ. മാർക്കറ്റ് താഴെ ഡിമാൻഡ് വന്നിട്ട് തിരിച്ചു മേളിലേക്ക് പോയി. ഈ ഒരു സോണിലേക്കൊക്കെ മാർക്കറ്റിൽ ട്രേഡ് പ്ലാൻ നമുക്ക് നോക്കാം. സോ അതൊക്കെ നമുക്ക് കണ്ടീഷനിൽ നോക്കാം. ആ ഒരു ഇനിയുള്ള കണ്ടീഷനിൽ നമുക്ക് നോക്കാം. ഇവിടെ സിമിലാരിറ്റി എന്ന് പറഞ്ഞാൽ ഗ്യാപ്പ് അപ്പ് നല്ല 1000 പോയിന്റിന്റെ മൊമെന്റം തിരിച്ച് മാർക്കറ്റ് ക്ലോസ് ചെയ്തിട്ടുള്ളത് എന്തിലാ? ക്ലോസ് ചെയ്തിട്ടുള്ളത് എന്തിലാ? സോറി, കണ്ടോ? ഇതാണ് ക്യാൻഡിൽ, കണ്ടോ? അപ്പോൾ അന്നും മാർക്കറ്റ് നിൽക്കുന്നത് ഓൾ ടൈം ഹൈയിൽ തന്നെയാണ്. പ്രീവിയസും മാർക്കറ്റ് ഓൾ ടൈം. ഇതിൽ രണ്ടിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ ഒരു വ്യത്യാസമുണ്ട്. 2014 ഓൾ ടൈം ഹൈ ബ്രേക്ക് ചെയ്ത് നിൽക്കുകയാണ്. അതേപോലെ തന്നെ 2019 ഓൾ ടൈം ഹൈ ബ്രേക്ക് ചെയ്ത് നിൽക്കുകയാണ്. പക്ഷെ ഇപ്പോൾ ഓൾ ടൈം ഹൈ ബ്രേക്ക് ചെയ്ത് നിൽക്കല്ല. അത് മാത്രമേ ഉള്ളൂ വ്യത്യാസം, മനസ്സിലാവും? അതിന് മുമ്പ് ഒരു ഓൾ ടൈം. അപ്പോൾ അതിന് മുമ്പേ നല്ലൊരു റാലി ചെയ്താണ് മാർക്കറ്റ് അങ്ങോട്ട് വന്നത്. പക്ഷെ ഇപ്പോൾ സിനാരിയോയിൽ റാലി ചെയ്തിട്ടില്ല. മാർക്കറ്റ് ഓൾറെഡി ഓൾ ടൈം ഹൈൻ്റെ അടുത്തു, ബ്രേക്ക് ചെയ്തിട്ടില്ല, ഹൈ ബ്രേക്ക് ചെയ്തിട്ടില്ല, പുതിയ ഹൈ എടുത്തിട്ടില്ല അല്ലേ? അപ്പോൾ ഇതാണ് കറണ്ട്ലി ബാങ്ക് നിഫ്റ്റിയുടെ സിറ്റുവേഷൻ. സോ അതിനുശേഷം മാർക്കറ്റ് എന്താ ചെയ്തത്? കണ്ടോ, ടോട്ടലി മാർക്കറ്റിൽ ആ ഒരു ദിവസത്തിലുള്ള ക്യാൻഡിൽ നോക്കാന്നുണ്ടെങ്കിൽ ടോട്ടലി മൂവ് ചെയ്തത് 4%-ന്റെ മൊമെന്റം ഉണ്ട്. ഞാൻ പറയുന്നത് അപ്പോഴും 1 മിനിറ്റിലേക്ക് നമ്മൾ സ്വിച്ച് ചെയ്യണം. 1 മിനിറ്റ് അല്ല, 1 അവറിലേക്ക് നമ്മൾ സ്വിച്ച് ചെയ്യുക.
15 മിനിറ്റിലേക്ക് സ്വിച്ച് ചെയ്യുക. കണ്ടോ 15 മിനിറ്റിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ പ്രോപ്പറായിട്ട് മാർക്കറ്റ് ട്രെൻഡ് തന്നെ ചേഞ്ച് ആക്കി കളഞ്ഞു അല്ലേ. ബ്രേക്ക് ചെയ്തിട്ട് ഇവിടെ ലോ കട്ട് ചെയ്തു, റീടെസ്റ്റിൽ നിന്ന് താഴേക്കാണ് മാർക്കറ്റ് വീണത്. അത് നിങ്ങൾ മനസ്സിലാക്കണം കേട്ടോ. ഞാൻ 5 മിനിറ്റ്സിലേക്ക് നോക്കിയാലോ. ഇത്രയും 5 മിനിറ്റ്സ് കിട്ടില്ല. ഇത്രയും അതിന് നമ്മൾ മറ്റേ പ്രീമിയത്തിൻ്റെ കൂടിയിൽ എടുക്കേണ്ടി വരും. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ 15 മിനിറ്റിലും മാർക്കറ്റ് പ്രോപ്പർ റീടെസ്റ്റ് തന്ന് താഴേക്കാണ് പോയേക്കുന്നത്. ഇതൊക്കെ എടുത്ത് ഹോൾഡ് ചെയ്യാൻ നിൽക്കുന്ന ആൾക്കാർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ആരാണ് ഇതിങ്ങനെ പറയണത് എനിക്കറിയില്ല. മാർക്കറ്റിൽ രാവിലെ തന്നെ പ്രോഫിറ്റ് ബുക്കിംഗ് സംഭവിച്ചു മാർക്കറ്റ് താഴേക്ക് വരുന്നുണ്ട്. 2 ദിവസം 3 ദിവസമൊക്കെ ഹോൾഡ് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത് നമുക്ക് നോക്കാം. അടുത്ത ദിവസത്തിൽ മാർക്കറ്റ് ഓപ്പൺ ചെയ്തതിന് മുകളിലേക്കാണ് മൂവ് ചെയ്യണത്. സോ എഗെയിൻ ത്രൂ ഔട്ട് പിന്നീടുള്ള ദിവസങ്ങളിൽ നല്ലൊരു ബുള്ളിഷ് മൊമെൻറ്റം മാർക്കറ്റിൽ, ഒരു ബുള്ളിഷ് ട്രെൻഡ് മാർക്കറ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. എന്നാലും വലിയ റേഞ്ചസ് മാർക്കറ്റിൽ ഉണ്ടാവുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ പ്രീവിയസ് നോക്കിയപ്പോഴും ആ ഹൈൻ്റെ ലോയിൻ്റെ ഉള്ളിൽ ഒരു റേഞ്ച് മാർക്കറ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ. ആ ഹൈ വന്ന് ടാപ്പ് ചെയ്തു, സ്ട്രോങ് റെസിസ്റ്റൻസ് ആയിട്ട് റിയാക്ട് ചെയ്തു അത് അല്ലേ. സോ ബ്രേക്ക് ചെയ്തിട്ട് കണ്ടോ, അതിനുശേഷമൊക്കെ നല്ല രീതിയിലുള്ള അഗ്രസീവ് മൂവ്മെൻറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും തരുന്നുണ്ട്. സോ കണ്ടീഷൻ നിങ്ങൾ മനസ്സിലാക്കി വെക്കാം. ഇതിൽ നമുക്ക് മനസ്സിലായ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ബാങ്ക് നിഫ്റ്റി എന്ന് പറയുന്ന ഇൻഡെക്സ് ഗ്യാപ്പ് അപ്പും വന്നു, അതിനുശേഷം താഴേക്കും റിജക്ഷൻ ഉണ്ട്. സോ നിങ്ങൾ ആലോചിച്ചിട്ട് വേണം ഇതിൻ്റെ അകത്ത് സംഭവം ഹോൾഡ് ചെയ്യാൻ. അപ്പോൾ തലേ ദിവസം 2 സിനാരിയോയിൽ നോക്കിയാലും തലേ ദിവസം എടുത്ത് ഹോൾഡ് ചെയ്ത ആളുകൾക്ക് ഗ്യാപ്പ് അപ്പ് വന്നിട്ട് ത്രൂ ഔട്ട് ബുള്ളിഷ് ആവുന്ന സിനാരിയോയിൽ പ്രോഫിറ്റബിൾ ആയിട്ടുണ്ടാവാം. സോ ഞാൻ ഒരിക്കലും നിങ്ങളോട് ഹോൾഡ് ചെയ്യാനൊന്നും പറയാനില്ല, കാരണം മാർക്കറ്റാണ് ഏത് സിറ്റുവേഷനിൽ എന്ത് ചെയ്യുമെന്ന് നമുക്ക് ആർക്കും പറയാൻ പറ്റില്ല. സോ ഇതിൽ നിന്ന് മനസ്സിലായ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ പ്രോപ്പറായിട്ട് മാർക്കറ്റിലെ സിനാരിയോ ബുള്ളിഷ് ആയിട്ടും ബെയറിഷ് ആയിട്ടും. അപ്പോൾ ഏറ്റവും കൂടുതൽ താഴേക്കാണ് മാർക്കറ്റ് കറക്ഷൻ വന്നിട്ടുള്ളത്. നല്ല രീതിയിലുള്ള പ്രോഫിറ്റ് ബുക്കിംഗ് ആണ് എനിക്ക് തോന്നുന്നത് അവിടെ ഉണ്ടായിട്ടുള്ളത് തോന്നുന്നു. ഓക്കെ, അപ്പോൾ ഇതൊക്കെ നോക്കുക. എത്ര പെർസെൻറ്റേജ് ആണെന്ന് നിങ്ങൾ എപ്പോഴും ആലോചിക്കുക. മാർക്കറ്റിൻ്റെ പെർസെൻറ്റേജ് കാൽക്കുലേറ്റ് ചെയ്യുക. കണ്ടോ, ടോട്ടലി 3% മൂവ്മെൻ്റ് എന്ന് പറഞ്ഞാൽ വളരെ കൂടുതൽ തന്നെയാണ്. മനസ്സിലായോ. അപ്പോൾ നമുക്ക് ഇപ്പോഴത്തെ കണ്ടീഷനിലേക്ക് ഒന്ന് പോയാലോ. അതിൻ്റെ 3% എത്ര വരും നോക്കാം. ഓക്കെ, ഇപ്പോൾ മാർക്കറ്റ് അപ്പോൾ 2 തവണ നോക്കിയാലും ഫസ്റ്റത്തെ തവണയാണ് ഏറ്റവും കൂടുതൽ വന്നത് അല്ലേ. 10% മാർക്കറ്റ് മൂവ് ചെയ്തിട്ടുണ്ട്. സെക്കൻഡ് ടൈം ആണെങ്കിലോ ഏകദേശം 3.8% മാർക്കറ്റ് മൂവ് ചെയ്തു. 2 തവണയും സെയിം ആയിട്ടുള്ള കാര്യം എന്തായിരുന്നു? സെയിം ആയിട്ടുള്ള കാര്യം നമ്മുടെ ഇത് തന്നെയാണ്. സെൻറ്റിമെൻറ്റ്സ് ബുള്ളിഷായിട്ടും ബെയറിഷായിട്ടും ഉണ്ടായിട്ടുണ്ട്. ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു ട്രെൻഡ് ലൈൻ ഉണ്ട്. അത് നിങ്ങളുടെ മൈൻഡിൽ ഇരിക്കട്ടെ കേട്ടോ. ഈ ട്രെൻഡ് ലൈൻ നിങ്ങളുടെ മൈൻഡിൽ ഇരുന്നോട്ടെ. മനസ്സിലായോ. ഇവിടുത്തെ ബെയറിഷ്നെസ് മാർക്കറ്റ് ഉണ്ടാക്കി കഴിഞ്ഞാൽ എനിക്കറിയില്ല അത് എന്താ ചെയ്യാൻ പോണേന്ന്. നല്ലൊരു ലിക്വിഡിറ്റി മാർക്കറ്റ് ബിൽഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിന് ശേഷമുള്ള ദിവസങ്ങളിൽ മാർക്കറ്റ് ബുള്ളിഷായിട്ട് മൂവ് ചെയ്തിട്ടുണ്ട്. സോ ഇതുവരെ കണ്ടേക്കണ മാർക്കറ്റ് അല്ലാതെയുള്ളൊരു ബിഹേവിയർ മാർക്കറ്റ് തരാൻ വേണ്ടി പറ്റും. കാരണം അതിനു മുമ്പ് എല്ലാ തവണയും ഇലക്ഷനിൽ മാർക്കറ്റ് വളരെ അതിനടുത്തേക്ക് വരുന്ന സമയത്ത് നിങ്ങൾ നോക്കി നല്ല രീതിയിലുള്ള ഒരു പുഷ് മാർക്കറ്റ് തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇവിടെ അതിന് ഇപ്പോൾ കറണ്ട്ലി നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് ആ ഒരു സ്ട്രെങ്ത് നമ്മുടെ മാർക്കറ്റിൽ കാണാൻ വേണ്ടിയിട്ട് പറ്റുന്നില്ല. കണ്ടോ, കറണ്ട്ലി ഇതാണ് കണ്ടീഷൻ. സോ ഇനി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓക്കെ, ഇനിയിപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. 3% മാർക്കറ്റ് മൂവ് ചെയ്യുകയാണെങ്കിൽ ഇവിടെ നിന്ന് 3% ലാസ്റ്റ് 3% അല്ലേ. 3% എന്ന് പറയുന്നത് ഏകദേശം 50,000. നമുക്ക് ആ ഒരു ലെവലൊന്ന് പ്ലോട്ട് ചെയ്ത് വെച്ചേക്കാം. നോർമലി ചെയ്യുന്ന കണ്ടീഷനിലാണ് ഞാൻ പറയുന്നത്. ഏറ്റവും കുറഞ്ഞത് 3% ആണ് മാർക്കറ്റ് അപ്പ് സൈഡിലേക്ക് മൂവ് ചെയ്തിട്ടുള്ളത്. മനസ്സിലായോ. ഇതായിരുന്നു മാർക്കറ്റിൻ്റെ കറൻ്റ്ലി ഉള്ള സിനാരിയോ എന്ന് പറയുന്നത് ഇതാണ്. അതിന് മുമ്പത്തെ കണ്ടീഷൻ നോക്കി കഴിഞ്ഞാൽ എവിടെയാണ് 10% മൂവ്മെൻ്റ് ആണ്. അന്ന് നമ്മൾ നോക്കിയപ്പോൾ ചെറിയ മൂവ്മെൻ്റ് ആയിരുന്നു. കണ്ടോ, ഇന്നിപ്പോൾ നോക്കിയപ്പോൾ എത്ര പോയിന്റാ? അതിനെ 3000. 10% എന്ന് പറയുമ്പോൾ കറക്റ്റ് 5000 പോയിന്റ് മൂവ്മെൻ്റ് ആണ് അതിന് മുമ്പ് വന്നത്. സോ അതൊക്കെ മാർക്കറ്റ് അത്രയും ചീപ്പ് പ്രൈസിൽ നിൽക്കുന്ന സമയമായിരുന്നു അല്ലേ. ഇതാണ് ബാങ്ക് നിഫ്റ്റി പ്രീവിയസ് നോക്കാന്നുണ്ടെങ്കിൽ. ഇത് ഏതാ നോക്കാന്നുണ്ടെങ്കിൽ 2014 കണ്ടീഷൻ ഇതാ. കണ്ടോ, അതേപോലെ 2019 കണ്ടീഷൻ ഇതാണ്. ഇത്രയും ഹൈ ആണ് മാർക്കറ്റ് പോയിട്ടുള്ളത്. ഈ രണ്ട് ഇവിടുത്തെ കണ്ടീഷൻ വെച്ചിട്ട് ഇതായിരുന്നു പ്രീവിയസ് മാർക്കറ്റ് ഉണ്ടാക്കിയിട്ടുള്ള സോൺസ്. സോ അത് നിങ്ങളുടെ മൈൻഡ് സെറ്റിൽ എന്തായാലും ഇരിക്കട്ടെ. മാർക്കറ്റിന് ബ്രേക്ക് ചെയ്യാതെ ഒരു വിക്ക് ഉണ്ടാക്കിയിട്ടൊക്കെ താഴെ വരാനാണെങ്കിൽ ഈ പറയുന്ന ലിക്വിഡിറ്റി ഒക്കെ ട്രാപ്പ് ചെയ്യാനുള്ള പോസിബിലിറ്റി ഒക്കെ ഉണ്ട്. അത് നമുക്ക് ഓൺ ടൈമിൽ നോക്കട്ടെ, പറ്റിയാൽ നമുക്ക് സ്ട്രീം ചെയ്യാൻ പറ്റുമോ നോക്കാം. സ്ട്രീം ചെയ്തിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം പറ്റുമോ എന്നുള്ളത് നോക്കാം. ഞാൻ കൺഫർമേഷൻ ഒന്നും പറയാനില്ല.
നമുക്ക് പ്ലാൻ ആക്കാം. ഓക്കെ, അപ്പോൾ ഇതാണ് കറൻ്റ്ലി മാർക്കറ്റിൻ്റെ സിറ്റുവേഷൻസും ഹൈ പോയിട്ടുള്ളതും. മനസ്സിലാക്കേണ്ട കാര്യം, മാർക്കറ്റ് ഇവിടെ നിന്ന് ചിലപ്പോൾ ഇവിടം വരെയൊക്കെ പോയിട്ടും മാർക്കറ്റ് വേണമെങ്കിൽ ഇങ്ങനെ വരാം, ഇങ്ങനെ നിൽക്കാം. ഇനി അടുത്ത ദിവസങ്ങളിൽ മാർക്കറ്റ് വേണമെങ്കിൽ ബുള്ളിഷ് ആവാം. സോ മനസ്സിലാക്കുക. മാർക്കറ്റിൽ പല ആൾക്കാരും പറയുന്നുണ്ട് 2 ലക്ഷം കൊണ്ട് കോടി ഉണ്ടാക്കി, ഈ പറയുന്ന ഇലക്ഷന് അത്ര ഓപ്പർച്യൂണിറ്റി ഉണ്ട്, അങ്ങനെ പല 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 കമ്മ്യൂണിക്കേഷൻസ് വരുന്നുണ്ട്. സോ നിങ്ങൾ ഇതൊന്നും കേട്ട് പോയി കോൾ ഓപ്ഷൻ മേടിച്ച് ത്രൂ ഔട്ട് ഹോൾഡ് ചെയ്താൽ ഉണ്ടാവുന്ന പ്രശ്നം ഞാൻ പറയണത് നിങ്ങൾ കണ്ടതാണ്. 2 പ്രാവശ്യം നടന്നതും ത്രൂ ഔട്ട് ഹോൾഡ് ചെയ്താൽ ലാഭം കിട്ടിയിട്ടില്ല. അപ്പോൾ ഈ കോൾ ഓപ്ഷൻ എടുത്ത് ത്രൂ ഔട്ട് ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ തന്നെ സഹിക്കേണ്ടി വരും, നഷ്ടമായാലും ലാഭമായാലും. അപ്പോൾ അത് ആലോചിക്കുക. പ്രീവിയസ് 2 പ്രാവശ്യം ലാഭം തന്നിട്ടില്ല ത്രൂ ഔട്ട് മാർക്കറ്റിൽ കോൾ ഓപ്ഷൻ പിടിച്ചിരുന്ന ഒരാൾക്ക്. മനസ്സിലാവും, അവന് നഷ്ടം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. രാവിലെ ബുക്ക് ചെയ്തവന് ലാഭമായിരിക്കും, ത്രൂ ഔട്ട് വൈകുന്നേരം വരെ ഹോൾഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവൻ എന്താണ്, നഷ്ടമാണ്. അത് കഴിഞ്ഞിട്ടുള്ള ദിവസവും മാർക്കറ്റ് അവിടെ നിന്ന് കളിച്ച് അതിൻ്റെ അടുത്ത ദിവസം മാർക്കറ്റ് അവിടെ നിന്ന് 3 ദിവസം. അപ്പം 3 ദിവസത്തെ DK നിങ്ങൾ ആലോചിച്ച് വെച്ചോ. അതിന് ശേഷമൊക്കെയാണ് മാർക്കറ്റ് മൂവ് ചെയ്തിട്ടുള്ളത്. മനസ്സിലായോ? അപ്പോൾ അതൊക്കെ മൈൻഡ് സെറ്റിൽ ഉണ്ടാവട്ടെ. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ബാങ്ക് നിഫ്റ്റിയുടെ കണ്ടീഷൻ. ബാക്കി കാര്യങ്ങളൊക്കെ നിങ്ങൾ തീരുമാനിക്കാം. ഓക്കെ, ഞാൻ ഒന്നും പറയാനില്ല, എനിക്കൊന്നും ഇതിൽ പറയാനില്ല. ഇനി നമുക്ക് നിഫ്റ്റിയും കൂടെ നോക്കാം അല്ലേ. കുറേ നിഫ്റ്റിക്കാരുണ്ട് ഇവിടെ. ഞാൻ കൂടുതലും ബാങ്ക് നിഫ്റ്റിയാണ് എനിക്കിഷ്ടം. ഞാൻ നിഫ്റ്റിക്കാരെ കുറ്റം പറയാനില്ല കേട്ടോ. നിഫ്റ്റി പൊളിയാണ്. എനിക്ക് കുറച്ച് ഇഷ്ടം, നമുക്ക് ഓരോരുത്തർ ഓരോ കാര്യത്തിനോട് ഇഷ്ടം ഉണ്ടാവില്ല. എനിക്ക് ബാങ്ക് നിഫ്റ്റിയോട് എന്താണെന്ന് അറിയില്ല. അപ്പോൾ സെയിം ഡേറ്റ് 2019, അത് നമുക്ക് 2014 പോലെ. 2014 എത്രയായിരുന്നു? 14-ാം തീയതി, 16 എന്നായിരുന്നു, 16. നിഫ്റ്റി എനിക്ക് തോന്നുന്നു അതിനിടയിൽ 2014 നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിഫ്റ്റി ഓപ്പൺ ചെയ്തിട്ടുള്ളത് ഓക്കെ ഇതാണ്, ഡേറ്റ് 16th. ഓക്കെ, തലേ ദിവസം മാർക്കറ്റ് ചെയ്തിട്ടുള്ള സിനാരി നോക്കുകയാണെന്നുണ്ടെങ്കിലും നിഫ്റ്റി ഏകദേശം ടോപ്പ് വന്നിട്ടുള്ള 5% വന്നിട്ടോ. നിഫ്റ്റി 5% വന്നിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നിങ്ങൾ നോക്കിയാൽ താഴെ ഓപ്പൺ ചെയ്ത് എവിടെയാ, ഓപ്പൺ ക്യാൻഡിൽ എന്ന് പറഞ്ഞ ഇതാ, ഇവിടെയാണ് ഓപ്പൺ ചെയ്തത്. കണ്ടോ? ഓപ്പൺ ചെയ്തിട്ട് മാർക്കറ്റ് എന്ത് ചെയ്തു? മുകളിലേക്ക് പോയി. കണ്ടോ? മുകളിലേക്ക് പോയിട്ട് തിരിച്ച് ഓപ്പൺ ചെയ്ത് ഇവിടെയാണ്, ബെയറിഷ് ക്യാൻഡിൽ അല്ലേ, ഓപ്പൺ ചെയ്ത് ഇവിടെയാണ്. എന്നിട്ട് മാർക്കറ്റ് ക്ലോസ് ചെയ്തത് താഴെ, ഇവിടെയാണ് ക്ലോസ് ചെയ്തത്. സോ അന്ന് വലിയ സ്ട്രോങ് ആയിട്ടുള്ള മാർക്കറ്റിൽ സ്ട്രെങ്ത് ഉണ്ടായെന്ന് വെച്ചാൽ സ്ട്രെങ്ത് അല്ല, അന്ന് ഫൈറ്റ് ഉണ്ടായ മാർക്കറ്റിൽ നല്ല ഫൈറ്റ് ഉണ്ടായിട്ട് റെഡിൽ ക്ലോസ് ചെയ്തു. അടുത്ത ദിവസങ്ങളായിട്ട് മാർക്കറ്റ് ബുള്ളിഷായിട്ട് പോയിട്ടുണ്ടായിരുന്നു. ടോട്ടലി ഒരു 4% നിഫ്റ്റി മൂവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും പേപ്പർ എടുത്തേ, എന്നിട്ട് എഴുതിക്കും നിഫ്റ്റിയുടെ കണ്ടീഷൻ എഴുതിക്കും. ഓപ്പൺ ചെയ്തിട്ട് മുകളിലേക്ക് പോയിട്ടുള്ളത് എത്രയാണ്? ഞാൻ വേണമെങ്കിൽ ടൈപ്പ് ചെയ്യാം, പക്ഷെ നിങ്ങൾ എഴുതി വെക്കുക, എഴുതി വെക്കുമ്പോൾ രസം ഉണ്ടാവുള്ളൂ. അപ്പം നിഫ്റ്റിയുടെ കണ്ടീഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിഫ്റ്റി ഓപ്പൺ ചെയ്തിട്ട് ടോട്ടലി നമ്മൾ നോർമലി നോക്കണത് ടോട്ടലി പ്രീവിയസ് ഡേ വെച്ച് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കണം. പ്രീവിയസ് ഡേ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിഫ്റ്റി ടോട്ടലി മൂവ് ചെയ്തിട്ടുള്ളത് 6% അല്ലേ. ഓപ്പൺ ചെയ്തപ്പോൾ മാർക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് ഹൈ പോയിട്ടുള്ളത് പ്രീവിയസ് ഡേ വെച്ച് നോക്കുമ്പോൾ എത്രയാ? 6% മാർക്കറ്റ് മൂവ് ചെയ്തിട്ടുണ്ട്. കണ്ടോ? സെഗെയിൻ നമുക്കൊരു 1 ഹവറിലേക്ക് സ്വിച്ച് ചെയ്ത് വരാൻ സമയം എടുക്കും. അവിടെ കണ്ടോ? ഇവിടെ ഓപ്പൺ ചെയ്തു, ത്രൂ ഔട്ട് മേളിലേക്ക് പോയി. എത്ര പോയി? ഓപ്പൺ ചെയ്തിട്ട് എത്ര % പോയി? ഓപ്പൺ ചെയ്തിട്ട് ഏകദേശം 4% പോയി. ഓപ്പൺ ചെയ്തിട്ട് 4% അപ്പ് സൈഡിലേക്ക് പോയി. കണ്ടോ? നോട്ട് ചെയ്ത് വെക്കുക. അതിനുശേഷം മാർക്കറ്റ് തിരിച്ച് ഡൗൺ സൈഡിലേക്ക് എത്ര വന്നാൽ ക്ലോസ് ചെയ്ത്? ഇവിടെയാണ് ക്ലോസ് ചെയ്തത്. കണ്ടോ? എത്ര % ഉണ്ട്? 6% മൈനസ്. ക്ലോസ് ചെയ്തപ്പോൾ 6% ഓപ്പൺ ചെയ്തിട്ട് ഹൈ ഉണ്ടാക്കിയ 6% ഡൗണിലാണ് ക്ലോസ് ചെയ്തത്. ആ റിയാലിറ്റി ഒന്ന് മനസ്സിലാക്കി വെക്കുക എല്ലാവരും. മനസ്സിലായോ? എന്നിട്ട് പിന്നെ മാർക്കറ്റ് അവിടെ റേഞ്ച് ഉണ്ടാക്കി. സെയിം സിനാരിയോ, നമ്മുടെ
ബാങ്ക് നിഫ്റ്റിയുടെ സെയിം സിനാരിയോ തന്നെയാണ്. രണ്ടിലും സെയിം ആയിരിക്കും ആ സമയത്ത്. ബാങ്ക് നിഫ്റ്റി ആദ്യത്തിൽ 10% മൂവ് ചെയ്യപ്പോൾ ഇയാൾ ഇവിടെ എത്ര മൂവ് ചെയ്തു? 6% മൂവ് ചെയ്തു. കമ്പാരിറ്റീവ്ലി നോക്കുമ്പോൾ നിഫ്റ്റി കൂടുതലാണ് അല്ലേ? 6% എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ ആലോചിച്ച് നോക്കി, സാര കാര്യമാണോ? നമുക്ക് നിഫ്റ്റിയുടെ കണ്ടീഷൻ അടുത്ത് നോക്കാം. അടുത്ത 2019 23 നോക്കി, നിഫ്റ്റിയും സെയിം സിറ്റുവേഷൻ തന്നെ. ഓപ്പൺ ചെയ്തത് എവിടെയാണെന്ന് നോക്കാം നമുക്ക്. എത്താലും ഓപ്പൺ ചെയ്തിട്ടുള്ളത് എവിടെയാണ്? ഏകദേശം 1% 2019 നിഫ്റ്റിയുടെ കണ്ടീഷൻ എന്തായിരുന്നു? 1%ലാണ് ത്രൂ ഔട്ട് വന്നത്. നമുക്ക് ഹൈ നോക്കാം. ലോ ടു ഹൈ എത്രയാ നിഫ്റ്റി പോയിട്ടുള്ളത്? 2.5% ആണ് നിഫ്റ്റി എന്ത് ചെയ്തിട്ടുള്ളത്? ഓപ്പൺ ചെയ്തിട്ട് ഹൈ പോയിട്ടുള്ളത്. മനസ്സിലായോ? 2.5%. ഓക്കെ, അപ്പോൾ കുറഞ്ഞാണ് വരുന്നതെന്നും കൂടെ ആലോചിക്കട്ടോ. നേരത്തെ ഉണ്ടായിരുന്നത് 6 ആണെങ്കിൽ ഇപ്പോൾ ഉള്ളത് 2.5 ആണ്. സോ ഇനി വരാൻ പോണ എന്താണെന്നുള്ള കണ്ടറിയാം. മനസ്സിലായോ? അപ്പോൾ അത് നിങ്ങളുടെ മൈൻഡ് സെറ്റിൽ ഇരിക്കട്ടെ. സോ അതിനുശേഷം സ്റ്റിൽ നിഫ്റ്റി നോക്കാന്നുണ്ടെങ്കിലും താഴേക്ക് വന്നിട്ടുള്ളത്, ഡൗൺ സൈഡിലേക്ക് വന്നിട്ടുള്ളത് 3.63%. ഡൗൺ സൈഡിലാണ് ക്ലോസ് ചെയ്തത്. 3.63% ആണ് എന്ത് ചെയ്തിട്ടുള്ളത്? നിഫ്റ്റി വന്നിട്ടുള്ളത്. സോ ഇവിടെ സിനാരിയോ നോക്കിയാൽ നിഫ്റ്റി ഓൾറെഡി നല്ലൊരു ബ്രേക്ക് ഔട്ട് വന്ന് റീടെസ്റ്റ് വന്ന് അല്ലേ. അതിനുശേഷം മാർക്കറ്റ് ത്രൂ ഔട്ട് സ്ട്രോങ് ബുള്ളിഷായിട്ട് അതിന് ശേഷമുള്ള ദിവസം ബുള്ളിഷായിട്ടുണ്ട്. അപ്പോൾ മനസ്സിലാവും. അപ്പോൾ ഇലക്ഷൻ ഡേക്ക് മാർക്കറ്റ് കറക്ഷൻ തന്നെയുണ്ട്. അതിനുശേഷം റിസൾട്ട് വന്ന ദിവസം പുഷ് ചെയ്തിട്ട് കറക്ഷൻ തന്നിട്ട് പിന്നെയുള്ള ദിവസങ്ങളിൽ പിന്നെയുള്ള അടുത്ത ദിവസത്തെ നല്ലൊരു കണ്ടിന്യൂഷൻ തരുന്നുണ്ട് മാർക്കറ്റ്. അതൊന്ന് മൈൻഡ് സെറ്റിൽ വെച്ചേക്കാട്ടോ. നെക്സ്റ്റ് ഡേ കണ്ടിന്യൂഷൻ ഒന്ന് മൈൻഡ് സെറ്റിൽ വെച്ചേക്കല്ലേ. മനസ്സിലായോ? ഇതാണ് നിഫ്റ്റിയുടെ കണ്ടീഷൻ. ഇനി നമുക്കപ്പോൾ നോക്കാന്നുണ്ടെങ്കിൽ 3% ആണ് നിഫ്റ്റിയുടെ കണ്ടീഷൻ. 2.5% അല്ലേ? 2.5% ആണ് നിഫ്റ്റി. അതേപോലെ ഫസ്റ്റ് ടൈം 6%. നമ്മൾ ഈ രണ്ട് കണ്ടീഷൻ നമുക്ക് എന്തായാലും നോക്കാം അല്ലേ. ഇതിൽ കുറയാണെങ്കിൽ ആയിക്കോട്ടെ, ഒരു എക്സ്പെക്റ്റേഷൻ വേണ്ടേ, നമുക്കൊരു പ്ലാൻ വേണ്ടേ അല്ലേ. അപ്പം അതിൻ്റെ തലേ ദിവസത്തെ വീഡിയോ നിങ്ങൾ കാണാൻ മറക്കണ്ട. അപ്പോൾ എല്ലാവരും സബ് അടിച്ച് ബെല്ലേക്കൻ അടിച്ചിട്ടോ. ആ ഒരു തലേ ദിവസത്തെ വീഡിയോയിൽ ഞാൻ നമുക്കൊന്ന് നോക്കാം പ്ലാൻ എങ്ങനെയാണ്, എന്തെങ്കിലും ഒരു കണ്ടീഷൻ ഉണ്ടോ. മേജറായിട്ട് മാർക്കറ്റ് റിജക്ഷൻ ഒക്കെ തരികയാണെങ്കിൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ലിക്വിഡിറ്റി ഒക്കെ ട്രാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ മേളിലേക്ക് നല്ലൊരു ട്രേഡ് നമുക്ക് നോക്കാം. ക്യാരി ഫോർവേഡ് ചെയ്തിട്ടുള്ള സെറ്റപ്പോ അങ്ങനെ എന്തെങ്കിലും നോക്കാം. അപ്പോൾ നിഫ്റ്റി നോക്കുകയാണെങ്കിൽ ഓൾറെഡി ഇപ്പോൾ നിഫ്റ്റിയുടെ കണ്ടീഷൻ എപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ ഓൾ ടൈം ഹൈനെ ബ്രേക്ക് ചെയ്താണ് നിൽക്കുന്നത്. മനസ്സിലായോ? സോ ഡെയിലി ഡിമാൻഡ് താഴെയുണ്ട്. എപ്പോഴും ഡെയിലി ഡിമാൻഡ് ടാപ്പ് ചെയ്തിട്ടാണ് മാർക്കറ്റ് പോകാറുള്ളത്. ഇതാണ് ഡെയിലി ഡിമാൻഡ്സോ. ഓക്കെ, അതവിടെ ഇരിക്കട്ടെ. നിഫ്റ്റിയുടെ കണ്ടീഷനിൽ സിമിലാരിറ്റി ഉണ്ട്. കഴിഞ്ഞ 2 പ്രാവശ്യത്തെ നോക്കുമ്പോൾ സിമിലാരിറ്റി ഉണ്ട്. ബാങ്ക് നിഫ്റ്റി മാത്രമാണ് സിമിലാരിറ്റി ഇല്ലാതെ ഓൾ ടൈം ഹൈ ബ്രേക്ക് ചെയ്യാതെ നിൽക്കുന്നത്. എപ്പോഴും അതിന് മുമ്പേ ഓൾ ടൈം ഹൈ ബ്രേക്ക് ചെയ്തിട്ട് കറക്ഷൻ തന്നിട്ടാണ് കണ്ടിന്യൂഷൻ വന്നത്. ഇവിടെ എന്താണ് ഓൾ ടൈം ഹൈ ബ്രേക്ക് ചെയ്തിട്ടുള്ളത്. സോ എന്ത് സംഭവിക്കാം അല്ലേ. അപ്പോൾ നമുക്ക് ഇവിടെ നിന്നൊരു ലെവൽ നോക്കുകയാണെങ്കിൽ ഈ ഒരു കേസിൽ നമുക്ക് എത്ര % നോക്കാം. അപ്പോൾ ലാസ്റ്റത്തെ കേസ് തന്നെ എടുക്കാം. നമുക്ക് ഒരു 2.5% എടുക്കാം. ഫസ്റ്റ് ലെവൽ 2.5 എന്ന് പറഞ്ഞാൽ നിഫ്റ്റിയുടെ കണ്ടീഷനിൽ എനിക്ക് തോന്നുന്നു ഇതാണ് നമുക്ക് എടുക്കാൻ പറ്റുന്ന ഓൾ ടൈം ഹൈ. ഇപ്പോൾ മാർക്കറ്റ് ക്രിയേറ്റ് ചെയ്യാനുള്ള ഓൾ ടൈം ഹൈ ആണ്. ഏകദേശം ഒരു 500 പോയിന്റ്സ് ആണ് നമുക്ക് റീസെൻ്റ്ലി എടുക്കാൻ പറ്റുന്ന ഇപ്പോഴത്തെ സിനാരിയോ. ഇത് ഞാനിപ്പോൾ കാണിച്ചതെന്ന് പറഞ്ഞാൽ നാളെ അല്ലല്ലോ റിസൾട്ട് ആണോ? അല്ല. ഞാനിപ്പോൾ ഈ ചെയ്യുന്ന കാര്യം നിങ്ങളെല്ലാവരും എന്ത് ചെയ്യണം? നാളെ വൈകുന്നേരം സെയിം ആയിട്ട് ചെയ്ത് നോക്കാം. അതുപോലെ ലെവൽ പ്ലോട്ട് മാർക്ക് ചെയ്ത് നോക്കാം. സോ അവിടെയൊക്കെ റിജക്ഷൻ പോസിബിലിറ്റി ഉണ്ട് എന്ന് മനസ്സിലാക്കി വെക്കും. 2 ലെവലിൽ മനസ്സിലാവും. 6%. ഇതാണ് അടുത്തൊരു ലെവലായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റും. സോ ഇതാണ് നമുക്ക് കറണ്ട്ലി ടെക്നിക്കൽ അനാലിസിസിൽ മനസ്സിലായിട്ടുള്ള കാര്യം അല്ലേ. അപ്പോൾ നാളെ നമുക്ക് മാർക്കറ്റ് എങ്ങനെയാണെന്നുള്ളത് നോക്കാം. ഞാൻ പറയുന്നത് അതിൻ്റെ തലേ ദിവസത്തെ മാർക്കറ്റ് ഒന്ന് നോക്കി വെക്കുക എല്ലാവരും. അതിൻ്റെ തലേ ദിവസം എങ്ങനെയാണ് റിയാക്ട് ചെയ്യുന്നത് നിങ്ങൾ നോക്കി വെക്കാം. ഓക്കെ, അപ്പോൾ 2 ഇയറും നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു. 2014 നോക്കിയിട്ടുണ്ടായിരുന്നു അല്ലേ. ഏതൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു? 2014 നമ്മൾ നോക്കി, അതേപോലെ 2019 നമ്മൾ നോക്കി. അതിൽ 2ലും സിമിലാരിറ്റി ഉണ്ടായിരുന്നത് എന്താണ്?
ഫസ്റ്റ് മാർക്കറ്റ് ബുള്ളിഷ് ആയിരുന്നു. ക്ലോസ് ചെയ്തത് മാർക്കറ്റ് 2 കണ്ടീഷൻ നോക്കിയാൽ റെഡിലാണ് മാർക്കറ്റ് എന്ത് ചെയ്യുന്നത്, ക്ലോസ് ചെയ്തിട്ടുള്ളത്. മനസ്സിലായോ? ക്ലോസ് ചെയ്തിട്ടുള്ളത് റെഡിലാണ്. സോ മാർക്കറ്റ് എത്ര ഗ്യാപ്പ് അപ്പ് വന്നാലും താഴെ വന്നിട്ടാണ് ക്ലോസ് ആണ്. സോ നിങ്ങൾ മനസ്സിലാക്കി വെക്കാതെ ത്രൂ ഔട്ട് ഒന്നും ഹോൾഡ് ചെയ്ത് പിടിക്കാതെ അതിൻ്റെ കുറേ ക്യാപിറ്റലിൽ നിന്നൊന്നും വലിയ എമൗണ്ട് ഒന്നും ദൈവത്തോർത്ത് ആരും അതിനകത്ത് ഇടല്ലേ. എനിക്ക് എത്ര പറയാനുള്ളൂ. അടുത്ത ദിവസം ട്രേഡ് ചെയ്യണ്ടേ. ഈ 4 വർഷം കൂടുമ്പോൾ ചെയ്യാൻ വേണ്ടി കാത്തിരുന്നിട്ട് ലാസ്റ്റ് 4 വർഷത്തേക്ക് ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആവരുത്. മനസ്സിലായോ? 4 വർഷം 5 വർഷത്തേക്ക് ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആവരുത്. അപ്പോൾ എല്ലാവരും ഫോളോ ചെയ്യാം. ഓക്കെ, പ്രോപ്പറായിട്ട് തലേദിവസം ഞാൻ അടിപൊളിയായിട്ട് ഞാൻ പ്ലാൻ ഉണ്ടെങ്കിൽ നമുക്ക് പ്ലോട്ട് ചെയ്ത് ഒരുമിച്ചു. എല്ലാവരും നമ്മുടെ ഡിസ്ക്രിപ്ഷനിലുള്ള നമ്മുടെ ചാനലിൽ ജോയിൻ ചെയ്താൽ മതി. ഞാൻ അവിടെ ലൈവായിട്ട് തന്നെ അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ. നിങ്ങളെല്ലാവരും ഒന്ന് വാച്ച് ചെയ്ത് ലെവൽസ് പ്ലോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. ഫൈൻ. ഓക്കെ, അപ്പോൾ ഇലക്ഷൻ്റെ വീഡിയോസ് നമ്മൾ നോക്കി അല്ലേ. പ്രീവിയസ് 2019-14 നമ്മൾ നോക്കി കഴിഞ്ഞു. ബാങ്ക് നിഫ്റ്റി നോക്കി. അതിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യാവുന്ന ലെവൽസ് എടുത്തിട്ടുണ്ട്. ഞാൻ പറയുന്നത് മാർക്കറ്റ് ത്രൂ ഔട്ട് ബുള്ളിഷ് ആവണമെന്ന് യാതൊരു നിർബന്ധമില്ല. പ്രീവിയസ് നോക്കിക്കഴിഞ്ഞാൽ ആദ്യത്തെ പ്രാവശ്യം മാർക്കറ്റ് 10% മൂവ് ചെയ്തു അല്ലേ. അതിനുശേഷം നിഫ്റ്റി 6% മൂവ് ചെയ്തു. ബാങ്ക് നിഫ്റ്റി അതിനുശേഷം 4% മൂവ് ചെയ്തു. നിഫ്റ്റി അതിനുശേഷം 2.5% മൂവ് ചെയ്തു. അപ്പോൾ ഞാൻ ചോദിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഈ ബാങ്ക് നിഫ്റ്റിയും അതിനുശേഷം ഉണ്ടാക്കിയിരിക്കുന്ന മൊമെൻറ്റം കുറഞ്ഞ് താഴേക്കാണ് വന്നിട്ടുള്ളത്. ഒരിക്കലും അതിന് ഇരട്ടി മൊമെൻ്റ് അല്ല വന്നേക്കണേ. അപ്പോൾ ഓവറായിട്ട് എക്സ്പെക്ട് ചെയ്ത് നിൽക്കുന്ന ആളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ ക്യാപിറ്റൽ നിങ്ങൾ പ്രൊട്ടക്ട് ചെയ്യാൻ ശ്രമിക്കുക. പല ആളുകളും ടോട്ടൽ ക്യാപിറ്റലിൽ നിന്ന് ഒരു എമൗണ്ട് എടുത്തിട്ടാണ് 4 വർഷം അല്ലെങ്കിൽ 5 വർഷം കൂടുമ്പോൾ തന്നെ ഒരു കാര്യമാണ് അത് എക്സിക്യൂട്ട് ചെയ്ത് നോക്കാം, അല്ലെങ്കിൽ അതിൻ്റെ അകത്ത് ഒന്ന് ബിൽഡ് ചെയ്ത് നോക്കാം. പിന്നെ ഞാൻ പറയുന്നത്, അതവിടെ പോയിട്ട് അടുത്ത 4 വർഷം 5 വർഷം പിന്നെ ആ പോയ ക്യാപിറ്റൽ ഉണ്ടാക്കാൻ വേണ്ടി ട്രേഡ് ചെയ്യേണ്ട അവസ്ഥഗതി വരുത്തരുത്. മനസ്സിലായോ? അപ്പോൾ എല്ലാവരും ഇമ്പോർട്ടൻ്റ് ആയിട്ട് എനിക്ക് പറയാനാണെങ്കിൽ സമാധാനത്തോടെ ഇരിക്കുക. എല്ലാ ദിവസത്തിലും നമ്മൾ എന്താണോ ചെയ്യുന്നത് ആ സെയിം കാര്യം തന്നെ നിങ്ങൾ ഈ പറയുന്ന ഇലക്ഷൻ ദിവസത്തിൽ നോക്കുക, പ്ലാൻസിലേക്കും കാര്യങ്ങളിലേക്കും. അപ്പോൾ എന്താണ് നല്ല പ്ലാൻ ഉള്ളത് ഓൺ ടൈമിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ടെലിഗ്രാമിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷനിലുണ്ട്. അതേപോലെ നമ്മുടെ നെക്സ്റ്റ് ഒരു വെബിനാർ, നിങ്ങളുടെ ഡൗട്ട്സ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്യാനായിട്ട് ഒരു വെബിനാർ നമ്മൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. ഈ മാസം മിഡിലായിട്ടായിരിക്കുള്ളൂ നമുക്ക് വെബിനാർ വരാം. മനസ്സിലാവും? അപ്പോൾ ഒരു 15 ആ ഒരു ഡേറ്റിലേക്ക് ആയിരിക്കും. അതിൻ്റെ ലിങ്ക് താഴെയുണ്ട്. നിങ്ങളെല്ലാവരും വെബിനാറിലേക്കുള്ള വാട്സപ്പിൻ്റെ കമ്മ്യൂണിറ്റിയാണ്, അതിലൊന്ന് ജോയിൻ ചെയ്ത് വരാം. സോ അതിലായിരിക്കും നമ്മളുടെ ആ സൺഡേ ഉണ്ടാകുന്ന വെബിനാറിൻ്റെ അപ്ഡേറ്റ്സ് കാര്യങ്ങളെല്ലാവരും വരും. സോ നിങ്ങളെല്ലാവരും അതിൽ ജോയിൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് കാര്യങ്ങളൊക്കെ ഒന്ന് സംസാരിക്കാം. പക്ഷെ പറ്റിയാൽ നമുക്ക് എല്ലാവരും ഒരു റിവ്യൂ എടുക്കാം. താല്പര്യമുള്ളവർ, നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങളുടെ PNL റിവ്യൂ എടുത്ത് നിങ്ങളുടെ ഇഷ്യൂ എന്താണെന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. നിങ്ങൾ എവിടെ എന്ത് ശരിയാക്കണം എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, അങ്ങനെ നമുക്കൊരു സെക്ഷൻ നോക്കാം. പിന്നെ വേറൊന്നുമില്ല. അപ്പോൾ നമ്മുടെ ഈ സെക്ഷൻ എല്ലാവരും കണ്ടു, എല്ലാവർക്കും യൂസ്ഫുള്ളായി. നിങ്ങളുടെ ഇത്രയും ദിവസം ഉണ്ടായിരുന്ന ചിന്താഗതികളിൽ ഇത്രയും ദിവസം നിങ്ങളുടെ കാഴ്ചപ്പാട് എന്ത് കാഴ്ചപ്പാടാണോ നിങ്ങൾക്ക് ഉണ്ടായത് അതിൽ നല്ല രീതിയിലുള്ള ചേഞ്ചസ് വരുത്തേണ്ടതുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ട് അതൊക്കെ മാറ്റി വെക്കുക. നല്ല രീതിയിൽ മാർക്കറ്റിൽ നടന്ന കാര്യം, ഒരാളും പറയണത് കേട്ട് മാർക്കറ്റിലേക്ക് പോകാതെ മാർക്കറ്റ് നടക്കുന്ന കാര്യം കണ്ണ് തുറന്ന് ചാർട്ടിൽ നോക്കി മനസ്സിലാക്കാൻ പറ്റും അല്ലേ. അതിനാണ് ഇത്ര വലിയ സംഭവം മാർക്കറ്റ് നമുക്ക് തന്നേക്കണം അല്ലേ. ട്രേഡിംഗ് വ്യൂലാണെങ്കിലും അല്ലെങ്കിൽ ബ്രോക്കറിൻ്റെ പാനലാണെങ്കിലും ഇതൊക്കെ അവൈലബിൾ ആണ്. സോ അതൊക്കെ ഒന്ന് എടുത്ത് നോക്കിയിട്ട് നിങ്ങൾ ചെയ്യണോണ്ട് യാതൊരു പ്രശ്നം ഞാൻ പറയാനുള്ള. സോ അതെടുത്ത് നോക്കിയപ്പോൾ അതിൻ്റെ റിയാലിറ്റി എനിക്ക് നല്ലൊരു ഡിഫറൻസ് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. സോ പ്ലാൻസ് നമുക്ക് തലേദിവസം നോക്കാം. സോ നമ്മുടെ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മുടെ കൂടെ നിൽക്കുക. ഇഷ്ടപ്പെടുന്നവർ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെടാത്തവർ ഡിസ്ലൈക്ക് ചെയ്യുക. അതേപോലെ നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും തന്നെ നിങ്ങളുടെ അഭിപ്രായം കമൻ്റായിട്ട് അപ്ഡേറ്റ് ചെയ്യുക. സോ കൂടുതൽ കഥ പറഞ്ഞാൽ വലിച്ചിടുന്നില്ല. ഇറ്റ്സ് മീ അഭിജിത്ത്, സൈനിങ് ഓഫ്.